2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി. ഉറങ്ങി എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ശേഷം ബാൽക്കണിയിൽ നിന്ന് നനഞ്ഞ മുടിയിലെ ഉടക്ക് കളയുകയായിരുന്നു ലച്ചു. ലച്ചു ഹരിയുടെയും കൂടെയും അവൻ്റെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് അങ്ങോട്ട് പോകണം. വിവാഹമായിട്ട് 2 ആഴ്ച ലീവ് പറഞ്ഞതും ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലീവ് തിരിച്ചെടുത്തു. ഒരു കാപ്പി നിറത്തിലുള്ള പ്ലെയിൻ സാരിയാണ് അവളുടെ വേഷം. അതിലേക്ക് മാച്ചായ ഒരു ഫ്ലവർ ജാക്കറ്റുമാണ് ഇട്ടിട്ടുള്ളത്. ആ കാപ്പി നിറത്തിലുള്ള സാരിയിൽ അവളുടെ നിറം ഒന്നുകൂടി എടുത്തു കാണിക്കുന്നുണ്ട്. മുടിയിലെ ഉടക്കൊക്കെ കളഞ്ഞ ശേഷം റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് താഴെ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. ഗേറ്റ് കടന്ന അകത്തേക്ക് വരുന്ന വണ്ടി കണ്ടപ്പോൾ തന്നെ ലച്ചു ഒന്ന് ഞെട്ടി. റയാൻഷിന്റെ കാർ. അന്നവൻ വന്ന അതേ കാർ. വീടിന്റെ മുറ്റത്ത് കാർ നിന്നതും ബാൽക്കണിയുടെ റൈലിംഗ് പിടിച്ചുകൊണ്ട് ലച്ചു താഴേക്ക് നോക്കി. കാറിന്റെ ഡോർ തുറന്ന് ബ്ലാക്ക് നിറത്തിലുള്ള ഷൂ ആണ് ആദ്യം നേരത്തേക്ക് പതിഞ്ഞത്. അപ്പം ലൈറ്റ് ബ്രൗൺ നിറത്തിലുള്ള ഒരു പാൻറ്റും. കാറിൽ നിന്നും ഇറങ്ങി കാറിന്റെ ഡോർ അവൻ വലിച്ചടച്ചു. ലച്ചു കുതിച്ചു ഉയർന്ന ഹൃദയമിടിപ്പോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നും. തിരിഞ്ഞ് അകത്തേക്ക് നടക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ആകെ ഒരു മരവിപ്പ്. അവനിരുന്ന് കണ്ണുകൾ മാറ്റാൻ തന്നെ കഴിയുന്നില്ല. റയാൻഷ് കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും ഒന്ന് നോക്കി. 2 കാറും ഹരിയുടെ ഒരു ബുള്ളറ്റും പോർഷിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരാരും പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ചുറ്റും അവനും നോക്കി. അന്നത്തെ പോലെ അപ്പുറത്തുള്ള ആരെങ്കിലും അവനെ കണ്ടാൽ എല്ലാം കൂടെ പടയോടെ അവൻ്റെ അടുത്തേക്ക് വരുമെന്ന് അവനറിയാം. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ആരും ഉമ്മർത്തില്ല. എല്ലാവരും ഓരോ വഴിക്ക് പോകാനുള്ള തിരക്കിലാണ്. ആരോ തന്നെ നോക്കുന്നെന്ന ചിന്തയിൽ റയാൻഷ് മുകളിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ വലത്തെ കൈ ഉയർത്തിയതും ലച്ചുവിൻ്റെ ഹൃദയം ഒന്ന് നിലച്ചു. വാ പൊത്തി പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് കളഞ്ഞതും റയാൻഷ് ഒരു ചിരിയോടെ കൈ താഴ്ത്തി മുന്നോട്ട് നടന്നു. റൈലിങ്ങിൽ ചാരി തിരിഞ്ഞുന്ന ലച്ചു നെഞ്ചിൽ കൈവച്ചു. വലത്തെ കൈ ഉയർത്തി നെഞ്ചിൽ അമർത്തി പിടിക്കുമ്പോൾ ഉള്ളനടിയിൽ ഒരു തണുപ്പ്. ലച്ചു മുഖം താഴ്ത്തി നെഞ്ചിലേക്ക് നോക്കി. സാരിക്ക് പുറത്ത് കിടക്കുന്ന താലി അതവൾ കയ്യിലെടുത്തു. ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു. ഈ 2 ദിവസങ്ങൾ മനഃപൂർവ്വം ആരും ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടില്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന കാര്യം റയാൻഷിന്റെ വീട്ടുകാരെ അറിയിച്ച ശേഷം അവർ വിളിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഹരി പോലും. അവർക്കൊക്കെ അത്ര വേഗത്തിൽ മറക്കാൻ കഴിഞ്ഞ കാര്യം തനിക്ക് മാത്രം കഴിയില്ല. മറന്നാലും കഴുത്തിലേൽക്കുന്ന തണുപ്പ് അതിന് സമ്മതിക്കാറുമില്ല. വലത്തെ കൈ ഉയർത്തി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ ഒരുത്തിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും ലച്ചു മുഖം അമർത്തി തുളച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടിക്കയറി. കണ്ണാടിക്ക് മുന്നിലിരിക്കുന്ന ഒരു ക്ലിപ്പ് കൊണ്ട് മുടി ഒന്നാകെ പിൻ ചെയ്തുകൊണ്ട് അവൾ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് നടന്നു. റയാൻഷ് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് പുറത്ത് കാത്തുനിന്നു. ചുണ്ടിൽ അപ്പോഴും ചെറു ചിരിയുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി. രൂപയാണ്. അവനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. ഇനിയും ഇവരെന്താ ഇവിടെ എന്ന പോലെ. ഗുഡ് മോർണിംഗ് ആൻറ്റി. ചുണ്ടിലുണ്ടായിരുന്ന ചെറു ചിരിയോടെ തന്നെ അവൻ അവരെ വിഷ് ചെയ്തു. രൂപ തിരിച്ചൊന്നും പറയാതെ അവനെ ഒന്ന് മൊത്തത്തിൽ നോക്കി. അന്നവൻ തന്നെയല്ലേ. ഇവനെന്ന പോലെയാണ് അവരുടെ നോട്ടം. കാണാൻ ഒരുപോലെയാണെങ്കിലും എവിടേക്കും ഒരു മാറ്റം പോലെ. മുഖത്തെ ഭാവത്തിലും സംസാരത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുള്ളതുപോലെ. എനിക്ക് ശ്രീലക്ഷ്മി എന്ന് കാണണമായിരുന്നു. അവൻ താഴ്മയുടെ പറയുമ്പോൾ രൂപ അവനെ മനസ്സിലാവാതെ നോക്കി. ശബ്ദവും അത് തന്നെ. പക്ഷേ അന്ന് ഈ ട്യൂൺ ആയിരുന്നില്ല. ഒരു അധികാരഭാവമായിരുന്നു. രൂപയൊന്നും മിണ്ടാതെ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് മാറി നിന്നു. അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ആ നിമിഷം തന്നെ ഓടിപ്പിടഞ്ഞുകൊണ്ട് ലച്ചു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ആ വരവ് പ്രതീക്ഷിച്ചതുപോലെ അവന് ചിരിച്ചു. ഗുഡ് മോർണിംഗ്. ലച്ചുവിനെ കണ്ട നിമിഷം അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പിൽ അനങ്ങാതെ നിന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം മാറിവെച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. ആ തീരുമാനം നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയായിരിക്കും ഈ വരവെന്ന് അവൾ ഊഹിച്ചു. ഗുഡ് മോർണിംഗ്. ആദ്യമൊന്നും മടിച്ചെങ്കിലും ഒരാൾ വിഷ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയെന്ന് തോന്നൽ അവൾ തിരിച്ചു പറഞ്ഞു. റിയാൻഷ് ഒന്ന് ചിരിച്ചു. ലച്ചു ആണെങ്കിലോ കുന്തം വിഴുങ്ങിയതുപോലെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിവാഹ ദിവസം പോലും മോത്ത് നോക്കി ഇതുപോലെ മനോഹരമായി ചിരിച്ചു കാണില്ല. അതുപോലൊരു ചിരി. ഇതിപ്പോൾ എന്താ? ലച്ചു ആകെ കിളി പോയതുപോലെ ഒരു നിൽപ്പ് നിന്നു. എനിക്കൊന്ന് സംസാരിക്കാൻ. റയാൻഷ് മുന്നിൽ അവൻ്റെ ഒരു പടി മുകളിൽ കുറച്ചകലത്തിൽ നിൽക്കുന്നവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ലച്ചുവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് റയാൻഷിനെ തന്നെ നോക്കി നിൽക്കുന്ന രൂപയിലേക്കാണ്. അവളെ തന്നെ അവൻ്റെ ഭാവവും സംസാരവും ഒക്കെ കണ്ടും കേട്ടും അവരും ഒന്ന് ഞെട്ടിട്ടുണ്ടെന്ന് ലച്ചുവിന് മനസ്സിലായി. ലച്ചു രൂപയെ നോക്കുമ്പോൾ റയാൻഷ് ലച്ചുവിനെ മൊത്തത്തിലൊന്ന് നോക്കി. കണ്ണുകൾ ആദ്യം പതിഞ്ഞത് അവളുടെ കഴുത്തിലേക്കാണ്. സാരിക്ക് മുകളിലേക്ക് കിടക്കുന്ന താലി കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായത് അവൻ അറിഞ്ഞു. എന്തു വന്നാലും വേണ്ടില്ലെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ വരവ്. ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ അവൾക്കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന ചിന്ത ഭാവിയിൽ തോന്നാതെ ഇരിക്കാനാണ് ഈ മുഖം. ചിരിച്ചുകൊണ്ടുള്ള ക്ഷമയുള്ള ഈ മുഖം. വരൂ.
അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് എങ്ങനെ പറയുമെന്നൊന്നും അവൾക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരാൾ നോക്കി നിൽക്കി അവനോടൊന്നും ചോദിക്കാനോ പറയാനോ തോന്നിയില്ലെന്ന് മനസ്സിലായപ്പോൾ ലച്ചുവിനെ മുകളിലേക്ക് വിളിച്ചു. റിയാൻ ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവളുടെ തീരുമാനം ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. റയാൻഷിനെ വിളിച്ചിട്ട് മുകളിലേക്ക് പോകുന്ന ലച്ചുവിനെയും അവളുടെ പിന്നാലെ പോകുന്നവനെയും കണ്ട് രൂപ പെട്ടെന്ന് പ്രതികരിച്ചു. എന്തോ ആ പോകും നല്ലതിനെന്ന് ഉള്ളിലിരുന്നുകൊണ്ട് ആരോ പറയുന്ന പോലെ മുന്നിലേക്ക് നടന്ന റയാൻഷും സ്റ്റെപ്പ് കയറി ലച്ചും ഒരുപോലെ രൂപയെ തിരിഞ്ഞു നോക്കി. റയാൻഷ് തിരിഞ്ഞു നിന്ന് അവരെ നോക്കുന്നതിനൊപ്പം കൈമുഷ്ടി ഒന്ന് ചുരുട്ടി പിടിക്കുകയും ചെയ്തു. തള്ള കൊണ്ടേ പോകൂ. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നിന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്നൊരു ചോദ്യമാണ് അവൻ്റെ നാവിൽ വന്നതെങ്കിലും അവനത് ചോദിച്ചില്ല. ഒന്ന് ചിരിച്ചു കൊടുത്തു. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതല്ലേ, അതല്ലല്ലോ മര്യാദ. എന്ത് തീരുമാനമാണെങ്കിലും അതെന്നോടല്ലേ പറയേണ്ടത്. അത് പറയേണ്ടവൾ ശ്രീലക്ഷ്മി. അവൾ പറയട്ടെ, അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. പരമാവധി ശബ്ദം മയപ്പെടുത്താനും വാക്കുകളിൽ കടുപ്പം വരാതിരിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അതിലവൻ വിജയിച്ചില്ല. മുന്നിൽ നിൽക്കുന്ന രൂപയുടെ മുഖം കാണുമ്പോൾ ചെറുക്കന് ഇളകി വരികയാണ്. പിന്നെ ഒന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൻ തിരിഞ്ഞ് മുകളിലേക്ക് നടന്നു. അവൻ്റെ ഒപ്പം രൂപയെന്ന് നോക്കിക്കൊണ്ട് ലച്ചു നടന്നു. അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് രൂപം മാധവൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു. റിയാൻഷ് മുന്നിൽ നടക്കുന്നത് അവൻ്റെ പിന്നാലെ ലച്ചു. ഒരിക്കൽ വന്നതുകൊണ്ട് തന്നെ അവളുടെ റൂം അവൻ അറിയാവുന്നത് കൊണ്ട് നേരെ അങ്ങോട്ടാണ് അവൻ പോയത്. റൂമിൻ്റെ ഡോറിൽ പിടിച്ച് റൂം തുറക്കുമ്പോഴാണ് തൊട്ടടുത്ത റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം രണ്ടുപേരും കേൾക്കുന്നത്. ഡോറിൽ പിടിച്ചു നിൽക്കുന്ന റയാൻഷും അവൻ്റെ പിന്നിലായി അവനെ തന്നെ നോക്കി നിന്നവളും മുഖം ചിരിച്ചുകൊണ്ട് അടുത്ത റൂമിലേക്കൊന്ന് നോക്കി. ഹരി ഓഫീസിലേക്ക് പോകാനുള്ള വേഷത്തിലാണ്. ഷർട്ട് ഇൻ ചെയ്ത് കോട്ടഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കളിയാ. ഒരു ചെറു ചിരിയോടെ ഹരിയെ നോക്കി റയാൻഷ് പറഞ്ഞുകൊണ്ട് കൈ നീട്ടിയതും രാവിലെ തന്നെ അവന് മുന്നിൽ കണ്ട ഞെട്ടിൽ നിൽക്കുന്ന ഹരി ഒന്ന് പകച്ചു. റയാൻഷ് ഒരു ചെറു ചിരിയോടെ അവന് നേരെ കൈ നീട്ടിയതും ഹരി ലച്ചുവിനെ ഒന്ന് നോക്കിക്കണ്ട് അവൻ്റെ കയ്യിലേക്ക് കൈവച്ചു. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാകും അല്ലേ? ഞാനും അതെ. അപ്പോഴാണ് എൻ്റെ ഭാര്യയോട് ഞാനൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞിരുന്നത് ഓർമ്മ വന്നത്. അത് ചോദിക്കാൻ വന്നതാ. എന്തായാലും നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ, കാണാം. ലക്ഷ്മി വരൂ. ഹരി നോക്കി അത്രയും പറഞ്ഞിട്ട് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒന്നും മിണ്ടാതെ ഞെട്ടിത്തരച്ചു നിൽക്കുന്ന ഹരിയെ നോക്കിക്കൊണ്ട് ലച്ചും അവൻ്റെ പിന്നാലെ റൂമിലേക്ക് കയറി. ഹരി അപ്പോഴും അവരെ നോക്കി വാതിൽക്കൽ നിൽക്കുവാണ്. ഡോർ അടയ്ക്കണ്ടേ? പ്രൈവസിക്കാം. ഒരു ചെറു നാണം കലർന്ന ചിരിയുടെ റയാൻഷ് ഡോർ അടയ്ക്കുമ്പോൾ ഹരിയെ നോക്കി പറഞ്ഞു. ഹരി പല്ല് കഴിച്ചുകൊണ്ട് അവനെ നോക്കുന്ന സമയം തന്നെ വാതിൽ അടച്ച് ലോക്കാക്കിയിരുന്നു. അവൻ കളിയാക്കിയതാണെന്ന് ഹരിക്ക് മനസ്സിലാവാഞ്ഞിട്ടില്ല. വേണ്ടെന്ന് കരുതിയിട്ടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്ന പോലെയാണ്. റയാൻഷ് ഡോർ അടിച്ച് ലോക്കാക്കിയ ശേഷം ലച്ചുവിനെ തിരിഞ്ഞു നോക്കി. എവിടെ? ആ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. റയാൻഷ് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. അരവരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മുടി സാരി വൃത്തിയിൽ കുത്തി വയ്ക്കാത്തത് കൊണ്ടാകും അവളുടെ ഇടുപ്പ് ചെറുതായി കാണുന്നുണ്ട്. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം അവളുടെ പുറം സാരി നനച്ചിട്ടുണ്ട്. മുടിയെ അടക്കി ഒതുക്കി വെച്ച് ക്ലിപ്പ് അഴിച്ച് ആ മുടിയിങ്ങനെ നിവർന്ന് കിടക്കുന്നത് കാണാൻ അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നി. പക്ഷെ വേണ്ട, സമയമായിട്ടില്ല. ആ ക്ലിപ്പ് സ്വന്തം കൈകൊണ്ടഴിച്ച് ആ മുടിയിലേക്ക് മുഖം പൂഴ്ത്തുന്ന ഒരു ദിവസം അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. ലക്ഷ്മി. റയാൻഷ് അവളിൽ നിന്നും കുറച്ച് അകലത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു. ലച്ചു തിരിഞ്ഞു നോക്കിയില്ല. ആ നിൽപ്പ് അങ്ങനെ നിന്നും. അവൻ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു നിന്നും. ഒപ്പം വലത്തേക്ക് ഉയർത്തി അവളെ ഷോട്ടിൽ വെച്ചു. ഇല്ല, തിരിഞ്ഞു നോക്കിയില്ല. അവന് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങിയെങ്കിലും കണ്ണുകൾ അടച്ച് പിടിച്ച് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ അടങ്ങി. ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് പിടിച്ച് തിരിച്ചപ്പോൾ തന്നെ ലച്ചു അവൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. നിറഞ്ഞ കണ്ണുകളുടെ ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത്രയും നേരം തോന്നിയ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോയ പോലെ അവൻ്റെ മുഖം ഒന്ന് ശാന്തമായി. ഇപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഒരു തീരുമാനം പറയാൻ ലക്ഷ്മിക്ക് കഴിയില്ല അല്ലേ? അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ലച്ചുവിൻ്റെ മുഖം ഒന്ന് താഴ്ന്നിട്ടില്ല. അതിനു മുൻപോ അവൻ ആ താഴ്ത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ചു. മുഖത്തേക്ക് നോക്ക്. ഇനി പറ, എന്തിനും ഏതിനും ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത് ശരിയല്ല. റയാൻഷ് കളിപ്പിച്ച് പറഞ്ഞതും അവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവിടെ കണ്ണിൽ നോക്കി സംസാരിക്കണമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കണം. താൻ തല താഴ്ത്തി നിന്നാൽ ഞാനങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കും. അവളുടെ കണ്ണുകളിലെ പിടപ്പും ശരീരത്തിൻ്റെ വിറയിലുമൊക്കെ കണ്ടപ്പോൾ അവളോടൊന്ന് ഫ്രണ്ട്ലി സംസാരിക്കാൻ അവന് തോന്നി. അതുകൊണ്ട് തന്നെ മുഖത്തെ ഗൗരവമൊക്കെ കളഞ്ഞിട്ട് ഒരു ചെറുചീരോടെ അവൻ പറഞ്ഞു. ലച്ചൊന്നും മിണ്ടിയില്ല. അവനെ നോക്കി നിന്നു. 2 ദിവസം എന്നെ വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഈ 2 ദിവസം തനിക്ക് ധാരാളമാണ്. അതുകൊണ്ട് പറ, തീരുമാനം എന്തായാലും പറഞ്ഞോ. റയാൻഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇടത്തെ കയ്യിൽ പടർന്നു കിടക്കുന്ന സാരി അവൾ ആ കൈകളിൽ തോളിലേക്ക് മടക്കിയിട്ടു.
ഒരു ചെറുകിതപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആർത്ത് മുറിച്ച് വേണ്ടെന്ന് പറയാനൊന്നും അവൾക്കാവില്ല. അച്ഛൻ വിളിച്ചിരുന്നില്ലേ? മുന്നിൽ നിൽക്കുന്നത് താലി കെട്ടിയ പുരുഷനാണ്. അവൻ്റെ മുഖത്ത് നോക്കി അവന് വേണ്ടെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അവൻ പറഞ്ഞത് അവളുടെ തീരുമാനം തന്നെയായിരുന്നല്ലോ. എന്നെ ആരും വിളിച്ചിട്ടില്ല. എനിക്ക് ആരെയും വിളിക്കാൻ വേണ്ട. എനിക്കറിയേണ്ടത് തൻ്റെ തീരുമാനമാണ്. താനത് പറ. റിയാൻഷ് അവളുടെ മുന്നിൽ കൈകെട്ട് നിന്നുകൊണ്ട് ചോദിച്ചു. ലച്ചു അവനിരുന്ന് മുഖം താഴ്ത്താൻ തുടങ്ങിയതും അവനൊന്ന് തൊണ്ടയനക്കി. മുഖം താഴ്ത്തരുത് എന്നൊരു വാക്ക് പോലെയാണ് അവൾക്കത് തോന്നിയത്. അതുകൊണ്ട് മുഖം താഴ്ത്താതെ ലച്ചു അവനെ നോക്കി പറഞ്ഞു, എന്തായാലും എനിക്ക് സമ്മതമാണ്. റിയാൻഷ് വീണ്ടും പറഞ്ഞു. ലച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അവളുടെ മുഖം നിറഞ്ഞു നിൽക്കുന്നുണ്ട് തെളിമയോടെ. ഇവിടെ ആർക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല. ഇവിടെയുള്ളവരൊക്കെ എതിർത്ത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല. അവൻ്റെ കണ്ണുകളിൽ നോക്കി അവളത് പറഞ്ഞു നിർത്തിയതും ഒരു തുള്ളി അവളുടെ കവിളിലേക്ക് വീണു. റിയാൻഷ് ഒന്നും മിണ്ടാതെ 1-2 നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്ന് തല കുലുക്കി. അപ്പൻ ചുണ്ടുകൾ രണ്ടും ഒന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് വിട്ടു. ഓക്കെ, ഇനി കോർട്ടിൽ വെച്ച് കാണാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും ലച്ചു ചുമരിലേക്ക് പുറമമർത്തി അവനെ ഒന്ന് നോക്കി. പോവല്ലേ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഒരു കുടുംബം മൊത്തം മുന്നിൽ വിലങ്ങ് തടിയായി നിൽക്കുമ്പോൾ കഴിയുന്നില്ല. മുന്നോട്ട് നടന്നവൻ വാതിലെ ലോക്ക് മാറ്റിയ ശേഷം വാതിൽ തുറന്നു. പുറത്തേക്ക് പോകാതെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനെ തന്നെ നോക്കിക്കൊണ്ട് ചുമരിൽ ചാരി നിൽക്കുകയാണ്. അവസാന വാക്കല്ലേ? എന്നെ വേണ്ടല്ലോ? ഒന്നുകൂടെ അവൻ എടുത്തു ചോദിച്ചു. ലച്ചു കേശുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അവളെ നോക്കി എന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ലച്ചു അവൻ പോന്ന് നോക്കി ചുമരിലൂടെ നിലത്തേക്ക് കൂർന്നിറങ്ങി. ലച്ചു, ഹരിയുടെ ശബ്ദം കേട്ടും കാലിന്റെ മുട്ടിൽ മുഖം അമർത്തിയിരുന്നവൾ മുഖമുയർത്തി ഹരിയെന്ന് നോക്കി. വാതിൽക്കൽ തന്നെ ഹരി നിൽക്കുന്നുണ്ട്. ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ലച്ചു മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറയുമ്പോൾ ഹരി വാതിൽക്കൽ നിന്ന് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ലച്ചു, അവളുടെ ഇരിപ്പും മുഖവും വാക്കുകളും അവന്റെ ഹൃദയത്തിൽ കൊണ്ടു. ലച്ചു നിലത്തു നിന്നും എഴുന്നേൽക്കാൻ നോക്കിയതും ഹരി അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഡിവോഴ്സ് ആകുമായിരിക്കും. കോർട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. നിർബന്ധിക്കാനൊന്നും വന്നില്ല. എന്നെ വേണ്ടെന്നല്ലേ എന്ന് അവസാനം ഒന്നുകൂടെ ചോദിച്ചു. കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ട് ലച്ചു പറയുമ്പോൾ ഹരി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവളെത്തിരി ശബ്ദത്തിൽ അവൻ നെഞ്ചിൽ ചാർന്ന് കരഞ്ഞു. ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾക്ക് ഈ ബന്ധം പിരിയുന്നതിൽ യാതൊരു താല്പര്യമില്ലെന്ന് അവൻ ആ നിമിഷം മനസ്സിലായി. പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. വിവാഹത്തിന് ശേഷം ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു റൂമിൽ കുറച്ച് മിനിറ്റുകൾ, അതിനപ്പുറത്തേക്ക് അവർക്ക് പേഴ്സണലി അറിയുക പോലുമില്ല. എന്നിട്ടാണിങ്ങനെ. ലച്ചുവിന് അവനോടുള്ള സ്നേഹം ഒരു പക്ഷേ അവൻ ഇങ്ങോട്ടും ഉണ്ടായിരുന്നിരിക്കണം. അതല്ലേ ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് അവൻ്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ടും അവൻ ലച്ചുവിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായി വന്നത്. അവളുടെ തീരുമാനം മാത്രമാണ് അവൻ അറിയേണ്ടത്. അതറിഞ്ഞതും അവൻ പോവുകയും ചെയ്തു. മാധവൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. വരുമ്പോൾ ചുണ്ടിലുണ്ടായിരുന്ന ആ ചിരി അവനിൽ നിന്നും കാണാത്തപ്പോൾ തന്നെ ലച്ചുവിൻ്റെ മറുപടി ഇതാകുമെന്ന് ഊഹിച്ചു. പക്ഷെ അവളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് കരുതിയില്ല. എൻ്റെ കുഞ്ഞിന് അവനെ വേണോ? ഹരിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്ന് കരയുന്നവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ലച്ചു മുഖമുയർത്തി അവനെ നോക്കി. നീ അവൻ്റെ കൂടെ പോയാൽ നിന്നെ അവൻ എനിക്ക് കാണിച്ചു തരില്ലെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നതല്ലേ. അതും മറന്നുകളാ. എന്തു വന്നാലും നമുക്ക് നേരിടാം. എൻ്റെ കുഞ്ഞിന് അവനെ വേണം. ഏട്ടൻ അവനോട് സംസാരിക്കാം. ഹരി പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. നീ ആലോചിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ഇത്ര വിഷമത്തിൽ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവനും ഈ വേദന എൻ്റെ കുഞ്ഞിനെ വേട്ടയാടും. അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പോയി അവനോട് സംസാരിക്കാം. ഹരി പറയുമ്പോൾ ലച്ചുവിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞ പോലെ ഹരി ഇപ്പം പറഞ്ഞ ഈ വാക്കുകൾ റയാൻ വരുന്നതിന് മുൻപ് അവൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലച്ചു ഇപ്പോഴത്തെ തീരുമാനം അവൾ എടുക്കില്ല. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. നീ ഇനി ഓഫീസിലേക്കുണ്ടോ? ഹരി ചോദിച്ചതും ലച്ചു ഇല്ലെന്ന് തലയാട്ടി. വയ്യ, കഴിയില്ല, ആകെ ഓഫായി. ഈ അവസ്ഥയിൽ പോയാലും ഒന്നിനും തോന്നില്ല. എന്നാൽ ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. സങ്കടപ്പെടാതെ ഇരിക്കും. എന്തു വന്നാലും നമുക്ക് നേരിടാം. ഒന്നും ഉണ്ടാവില്ല, ഞാനില്ലേ കൂടെ. ഹരി ലച്ചുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ ലച്ചു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇതുവരെ ഇല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ അവൾക്ക് ആ നിമിഷം തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ ഇഷ്ടമുണ്ടോ ആളോട്? ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ അവളോട് തന്നെ ചോദിച്ചു. ഹരി റൂമിൽ നിന്ന് പോയതും ലച്ചുവിൻ്റെ മിററിന് മുന്നിൽ വന്നു നിന്നും കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. ഒഴിഞ്ഞു കിടക്കുന്ന സിന്ദൂര രേഖ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആരൊക്കെ പേടിച്ച് ചിടാതെ വരുന്നതാണ്. ഇനി എന്തിനു പേടിക്കണം? ഇല്ല, പേടിക്കില്ല. ഷെൽഫ് തുറന്ന് സിന്ദൂര ചുവപ്പ് തുറന്ന് ഒരു നുള്ളവൾ അവളെ നെറ്റിയിൽ ചാർത്തി. സിന്ദൂരം ചാർത്തിയ ശേഷം ലച്ചു മിററിൽ കാണുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ ഒരു മാറ്റം വന്ന പോലെ പെട്ടെന്ന് എടുത്തു കാണിക്കുന്ന ആ ചുവപ്പാണെന്ന് അവൾക്ക് തോന്നി.
അവസാന വാക്കല്ലേ, എന്നെ വേണ്ടല്ലോ. ആ ചുവപ്പിലേക്ക് നോക്കുമ്പോൾ ചെവിയിൽ വന്നടിച്ചത് ആ ശബ്ദമാണ്. കണ്ണിൽ നിറഞ്ഞത് ആ മുഖമാണ്. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുഖം ഒന്ന് അമർത്തി തുളച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു. അപ്പോഴും അവനായിരുന്നു മനസ്സിൽ. കാർ ഇറങ്ങി അവൻ മുകളിലേക്ക് നോക്കിയത്, ചിരിച്ചത്, കൈ കാട്ടിയത്, ഷോളിൽ പിടിച്ചു തിരിച്ചത്, താഴത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മുഖം ഉയർത്തിയത്, അവൻ പറഞ്ഞ ഓരോ വാക്കുകൾ, അവസാനം തിരിഞ്ഞു നോക്കി ചോദിച്ച ചോദ്യം. ലച്ചു കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ഇനി എന്തെന്നൊന്നും അറിയില്ല. പക്ഷെ ഇനി അവന്റെ കൂടെ മതി. എന്ത് വന്നാലും എങ്ങനെ വന്നാലും ആ ആളുടെ കൂടെ മതി. ഏട്ടനും വേണം. അവളിലുള്ള അവളോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. സാർ. കണ്ണുകൾ അടച്ച് വീൽ ചെയറിൽ ചാരിയിരിക്കുന്നവൻ കണ്ണുകൾ തുറന്നു. അവന്റെ മുഖത്തെ വല്ലായ്മ അവന്റെ കണ്ണുകളിൽ പോലും എടുത്തു കാണിച്ചിരുന്നു. കണ്ണെന്ന് തുറന്ന് മുന്നിൽ നിൽക്കുന്ന PA കിഷോറിനെ നോക്കി റയാൻ സ്വന്തം മോളി. അവന്റെ അലസമായ ഭാവം പരിചിതമല്ലാത്തത് കൊണ്ട് കിഷോർ അവനെ നോക്കിയിരുന്നു. കിഷോർ. ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ നോക്കി ഒച്ചയെടുത്തുകൊണ്ട് റയാൻ ടേബിൾ അടിച്ചു. സാറിന്റെ അളിയൻ കാണാൻ വന്നിട്ടുണ്ട്. സാർ. വാട്ട്? കിഷോറിനെ നോക്കി റയാൻഷ് മുഖം ചുളിച്ചു. സോറി സാർ, ഹാരി സാർ കാണാൻ വന്നിട്ടുണ്ട്. കിഷോർ പറഞ്ഞതും റയാൻഷ് ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ കണ്ണുകൊണ്ട് വരാൻ പറയാൻ കാണിച്ചു. കിഷോർ പുറത്തേക്ക് പോയതും റയാൻഷ് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. വലത്തേക്കാൽ ഉയർത്തി ഇടത്തേക്കാലിന് മുകളിൽ വെച്ചു. വലത്തെ കൈ ഉയർത്തി മീശൊന്ന് തടവിക്കേണ്ടവൻ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി. ഹാരി ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മുഖത്ത് ഒരു ലോഡ് പുച്ഛം വാരി വിതറിയിട്ട് ഇരിക്കുന്നവനെ കണ്ടപ്പോൾ തന്നെ തിരിച്ചു പോയാലോ എന്ന് കരുതി. വീട്ടിൽ പ്രതീക്ഷ കൊടുത്തത് ഒരുത്തിയുള്ളത് കൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഹാരി നടന്നു.